ത്രീ വിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു അത്യാവശ്യം ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യണേ. കാരണം ഹോൾസെയിലുകാർ നമുക്ക് നല്ലപോലെ പ്രഷർ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സൈസുകൾ നല്ല അടിപൊളി കോട്ടന്റെ നൈറ്റീസ് ആണ്, പ്ലീറ്റ് ഉള്ളതാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് വേഗം നമ്മളൊരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ, ലൈറ്റ് പിങ്ക് എന്ന് പറയാ. അത്ര റാണി പിങ്ക് അല്ല, ഒരു ലൈറ്റ് പിങ്കില് ഒരു ബാട്ടിക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു ക്രീം കളറിലുള്ള ബാട്ടിക് പ്രിന്റ് ആണ്. ഫ്രണ്ടിൽ നല്ലപോലെ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്, ബാക്ക് സൈഡും നല്ലപോലെ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേ നോക്കിയേ, നല്ല ഭംഗിയായിട്ട് ഫ്രണ്ടിൽ സ്പോഞ്ച് വെച്ചിട്ടാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഓപ്പണിംഗും ഉണ്ട്, ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ചെസ്റ്റ് വരുന്നത് 42 ആണ്. ഇതിന്റെ ചെസ്റ്റ് വരുന്നത്. സ്ലീവിന്റെ ലെങ്ത് വരിക 7.5 ഇഞ്ച് സ്ലീവിനും വരും കേട്ടോ. ഫുൾ ലെങ്ത് വരുന്നത് 52 ഇഞ്ചാണ് ഫുൾ ലെങ്ത് വരുന്നത് കേട്ടോ. നല്ല പോലെ തന്നെ വിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടൺ ആണ്. ഇതില് ബാട്ടിക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ വേറെ കളേഴ്സ് ഉണ്ട്. ഈ ഒരു യെല്ലോ ഷെയ്ഡാട്ടാ, നല്ലൊരു മസ്റ്റാർഡ് യെല്ലോന്റെ ഒരു ലുക്കിലേക്കാണ്. നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ആണ്. പ്ലീറ്റ്സ് തന്നെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ പ്ലീറ്റ്സ് ഉണ്ട്. ഞാൻ വേഗം വീഡിയോ ചെയ്തു പോകുന്നുണ്ട് കേട്ടാ, കാരണം ഇത് അധികം ലെങ്ത് ആയി അപ്ലോഡ് ചെയ്യാനും ടൈം എടുക്കും. അപ്പൊ ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു യെല്ലോ. ഇനി അടുത്തത് വരുന്നത് ഒരു പീച്ച് കളറ്, ഡാർക്ക് പീച്ചാണ് കേട്ടാ. അപ്പൊ ഇതിലും നല്ല ബാട്ടിക് പ്രിന്റ്, നേരത്തെ കാണിച്ചതിന്റെ തന്നെ വേറെ കളറുകളാണ്. ചെസ്റ്റ് വരുന്നത് 42 ആണ്. സ്ലീവിൽ വരുന്നത് 7.5 ആണ്. അതേപോലെ ഫുൾ ലെങ്ത് വരെ 52 ആണ് കേട്ടോ. ഇപ്പം ഇതിന്റെ ഒക്കെ റേറ്റ് ഹോൾസെയിൽ റേറ്റ് വേറെ തന്നെയാണ്. റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 280 രൂപയാണ് ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു തുരിശ് ബ്ലൂ, ഒരു പീകോക്ക് ബ്ലൂ അല്ല, തുരിശ് ബ്ലൂ എന്ന് പറഞ്ഞാൽ അറിയുന്നു. ഇത് വേറെ കളറാണോന്ന് അറിയില്ല കേട്ടാ. ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ കളറുകൾ ഞാൻ കറക്റ്റ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ബാട്ടിക് പ്രിന്റിൽ വരുന്നത് കേട്ടാ. ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചാണകപ്പച്ച കളറില് നെക്കിൽ കൊടുത്തിരിക്കുന്നത് ഒക്കെ മദേഴ്സ് നൈറ്റിയുടെ ലുക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നെക്കിൽ ചെയ്തിരിക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ആ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് പ്ലീറ്റ് തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള കോട്ടന്റെ തന്നെ നല്ല അടിപൊളി. ചെസ്റ്റ് സൈസ് 42 തന്നെയാണ്. സ്ലീവിന്റെ നമ്മൾ സെയിം പറഞ്ഞ പോലെ 7.5 തന്നെ. ഫുൾ ലെങ്ത് വരുന്നത് 52+ തന്നെ വരുന്നത് കേട്ടോ. 42+ ഉണ്ട്. ഞാൻ 42 എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോ കറക്റ്റ് സൈസ് വൈസ് തന്നെ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ പറയണതാണ് കേട്ടോ. അതിന്റെ മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ നേരത്തെ കാണിച്ചതിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. സ്ലീവില് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചാണകപ്പച്ചയിൽ കൊടുത്തിട്ട് ചെറിയൊരു പൂവൊക്കെ കൊടുത്ത് താഴെ ഭാഗത്ത് ബ്രൗൺ ഷെയ്ഡില് കേട്ടോ. അടിഭാഗവും നല്ല ഭംഗിയായിട്ടുള്ള ഒരു വയലറ്റ് യെല്ലോ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൂവൊക്കെയാണ്, ലീഫിന്റെ പോലെയൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഡിസൈൻ ആയിട്ട്. അപ്പൊ അതിന്റെ വേറൊരു കളറ്, ഇതൊരു മണ്ണിന്റെ കളറ്, ചെങ്കൽ കളർ എന്നൊക്കെ പറയില്ലേ, ചെങ്കൽ കളറിലാണ്. വയലറ്റ് ആണ് ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. വയലറ്റ് മിക്സ് ആൻഡ് മാച്ച് ആണ് വരുന്നത് കേട്ടോ. അതിന്റെ മിക്സ് ആൻഡ് മാച്ച് വേറെ ഉണ്ട്, ഓപ്പോസിറ്റ് വേറെ ഉണ്ടായിരിക്കും. ഇതൊക്കെ പ്ലീറ്റ്സ് ആയിട്ട് തന്നെയാണ് വരുന്നത്, കണ്ടില്ലേ. ഇത് വരുന്നത് മെറൂണില് കേട്ടാ. മെറൂൺ അടിഭാഗത്ത് വരുന്നുണ്ട്, പ്ലീറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് യെല്ലോ ഷെയ്ഡില് കേട്ടാ, മിക്സ് ആൻഡ് മാച്ച് വന്നിരിക്കുന്നത്. ഇതിൽ നല്ല ഭംഗിയായിട്ട് ഒരു കിളിപ്പച്ച കളറിലും അതുപോലെ യെല്ലോ ഷെയ്ഡിലൊക്കെയാണ് പ്രിന്റുകളൊക്കെ വന്നിരിക്കുന്നത് കേട്ടാ. പ്ലീറ്റ്സ് ആയിട്ടുള്ള തന്നെ. ഇപ്പൊ ഈ കാണിച്ചതിന്റെ മിക്സ് ആൻഡ് മാച്ച് ആട്ടത്. താഴെ ഭാഗത്ത് യെല്ലോ, മുകളില് റെഡ് കളറിൽ വന്ന് മെറൂൺ ആണേ. നല്ല ഭംഗിയായിട്ടുള്ള നെറ്റുകൾ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവരെ കാണിച്ചത് എക്സൽ, അതായത് 42 ചെസ്റ്റ് വരുന്നതാണ് നമ്മൾ ഇതുവരെ കാണിച്ചത് കേട്ടോ. ഇത് വരുന്നത് ലാർജ് സൈസിലേക്കുള്ള ഒരു മെഷർമെന്റ് ആണ്. ഇപ്പോൾ അതായത് 40 ആണ് ഇതിന്റെ ചെസ്റ്റ് വരുന്നത്. 40+ ആണ് ഇത് ചെസ്റ്റും വരിക. സ്ലീവ് വരുന്നത് 7.5 സ്ലീവ് വരും. ഫുൾ ലെങ്ത് 52+ തന്നെ കേട്ടോ. അതാ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു എൻ സ്റ്റൈൽ ലുക്ക് എന്നൊക്കെ പറയില്ലേ, അതേപോലെ യു ആയിട്ട് ഇങ്ങനെ കൊടുത്ത് ഫുൾ ആയിട്ട് യു കൊടുത്തിട്ട് ഒരു എൻ സ്റ്റൈൽ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇവിടെ ഒരു ബട്ടൺ ഓപ്പണിങ് വരുന്നുണ്ട്, പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കളർ വരുന്നത് റെഡ് കളറില് ചെറിയൊരു ഫുള്ളായിട്ട് ഏകദേശം ഒരു ബാട്ടിക് പ്രിന്റ് അല്ല, അതേപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ചെറിയ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. ബാക്ക് സൈഡ് വരുന്നത് ഇത് റെഡ് ഷെയ്ഡിലുള്ളത്. ഇതിന്റെ വേറെ കളേഴ്സ്. ചെസ്റ്റ് പറഞ്ഞു നമ്മൾ 40 ആണ് ഇതിന്റെ ചെസ്റ്റ് സൈസ്. വീഡിയോ ഫുൾ ആയിട്ട് കാണുക. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് ഒന്നും മനസ്സിലാവില്ല. എല്ലാതും ഒരേ സൈസാന്ന് കരുതും. കാരണം ഇതിപ്പോ സൈസ് ഞാൻ വേറെ ആയിട്ട് മിക്സ് ചെയ്ത് ചെയ്യണത് തന്നെ. നമ്മളിപ്പോ വീഡിയോ അത്ര അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യണേ. അല്ലാച്ചെങ്കിൽ ഓരോ സൈസുകളാണ് ചെയ്യാറ്. ഇതിപ്പോ 40 സൈസിൽ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചത്. ഇതൊരു പീകോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് കേട്ടോ. ലാർജുകാരൊക്കെ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാർജുകാർക്കൊക്കെ പറ്റിയതാണ്. റീറ്റെയിലും ഉണ്ട്, ഹോൾസെയിലും ഉണ്ട്.
അപ്പോ ഇതിൽ തരം തിരിച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല. റീറ്റെയിൽകാർക്ക് ഹോൾസെയിലുകാർക്കൊന്നും ഒന്നും പ്രത്യേകം പറയണില്ല. രണ്ടു കൂട്ടർക്കും ഉണ്ട്. നമ്മൾ വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണുക ഡീറ്റെയിൽ ആയിട്ട്. അത് കഴിഞ്ഞ് സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുന്നവർക്ക് വേഗം വേഗം പാക്ക് ചെയ്ത് അയക്കും. കാരണം ഓണാണ് വരണേ, നമുക്ക് ഇതിന് മുമ്പ് കസ്റ്റമറുടെ കയ്യിലെത്തണം. അതുകൊണ്ട് തന്നെ വേഗം വേഗം പാക്ക് ചെയ്ത് അയക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്യാൻ ശ്രദ്ധിക്കുക, പേയ്മെന്റ് ക്ലിയർ ആക്കുക. ഇതൊരു ഗ്രേ ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. ഗ്രേ ഷെയ്ഡില് റോസ് കളറിൽ വൈറ്റ് കളറിലൊക്കെ ആയിട്ടാണ് അതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത്. ഈ എൻ സ്റ്റൈൽ മോഡലിൽ തന്നെ പറഞ്ഞത് സൈസ് ചെസ്റ്റ് വരുന്നത് 40 തന്നെ വരണം കേട്ടോ, ലാർജ് സൈസിൽ വരുന്നതാണ്. ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ അതിന്റെ കളറ്. ഇതാ കറക്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റും ഉണ്ട്, നല്ല കളറാണ് കേട്ടോ, നല്ല കോട്ടൺ ആണ്. പിന്നെ ഇത് വരുന്നത് സൈസ് വേറെയാണ്. ഇത് 44 ആണ് ചെസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. 44 ചെസ്റ്റും വരും. സ്ലീവ് വരിക 7+ ആണ് സ്ലീവ് വരുന്നത്. ഒരു 7.25 ഉണ്ട്, പക്ഷെ ഞാൻ 7+ പറയുന്നുള്ളൂ. പിന്നെ ചെസ്റ്റ് വരിക 44 ആണ് കേട്ടോ. താഴെ ലെങ്ത് വരുന്നത് 52 തന്നെ. ഇത് നേരത്തെ കാണിച്ച പോലെയല്ല, മദേഴ്സ് നൈറ്റിയുടെ ലുക്കിൽ തന്നെയാണ്. മിക്സ് ആൻഡ് മാച്ച് ഒന്നല്ല ചെയ്തിരിക്കുന്നത്, സെയിം അത് അതേപോലെ തന്നെയാണ് 3 പീസ് ഇട്ടിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലും പ്ലീറ്റ് വരുന്നുണ്ട്. ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ ഈ കളറ്. നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ്. ഇതിന് സ്പോഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ എൻ സ്റ്റൈലിന്റെ കാണിച്ചതിന് സ്പോഞ്ച് വെച്ചിട്ടില്ല. അപ്പോ അത് കൃത്യമായിട്ടൊന്ന് വീഡിയോ കൃത്യമായിട്ടൊന്ന് കാണണേ. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ 280 ആണ് റീറ്റെയിലിൽ വരുന്നത്. ഹോൾസെയിൽ റേറ്റ് വേറെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതൊരു പീകോക്ക് ബ്ലൂ ആണ് വരുന്നത്, ഡാർക്ക് പീകോക്ക് ബ്ലൂ ആണ്. ഞാനിത് കറക്റ്റ് ആയിട്ട് കളർ പറയണത് എന്താന്ന് വെച്ചാല് ഓരോരുത്തരുടെ ഫോണിലും പല കളറിലൊക്കെ ആയിരിക്കും വേണമെങ്കിൽ കാണുന്നുണ്ടാവുക, ഷെയ്ഡിനൊക്കെ വേണമെങ്കിൽ മാറ്റം ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ഞാൻ കളർ മാക്സിമം പറയുന്നത് കേട്ടാ. ഇപ്പൊ ഇത് വരുന്നത് റാണി പിങ്ക്. റാണി പിങ്ക് നല്ല ഡാർക്ക് പിങ്ക് ആണ്. റാണി പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, നല്ല ഡാർക്ക് പിങ്ക് ആണ് കേട്ടത്. ഇപ്പൊ ഇതാ ഇത് ബാക്ക് സൈഡ് വരണേ. ഹോൾസെയിൽ പ്രൈസ് വേറെ തന്നെയാണ്. അപ്പൊ അത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. ചെസ്റ്റ് വരുന്നത് ഇത് 44 ആണ്, XXL സൈസിലേക്കാണ് ഇത് വരുന്നത് കേട്ടാ. സ്ലീവ് വരണത് 7.25 ഉണ്ട്, 7+ പറയുന്നു. ഇത് വരുന്നത് നല്ല കോഫി മെറൂണിലാണ് ഈ ഒരു പ്രിന്റുകളും കാര്യങ്ങളും വന്നിരിക്കുന്നത് കേട്ടാ. ലൈറ്റ് മെറൂൺ അല്ല, കോഫി മെറൂൺ ആണ്. ഇത് നേവി ബ്ലൂ ആണ് കേട്ടാ, നല്ല ഭംഗിയായിട്ടുള്ള നേവി ബ്ലൂ ആണ്. വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ കൺഫേം ചെയ്തോളൂ. ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പ്രത്യേകം പറയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോൾസെയിലും റീറ്റെയിലും നമുക്കുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹോൾസെയിൽ പ്രൈസ് വേറെ തന്നെ, റീറ്റെയിൽ പ്രൈസ് 280, ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഹോൾഡ് ചെയ്യണ പ്രശ്നം ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കിപ്പോ ഇതേ ഓണാണ് വരുന്നത്. എല്ലാവരും വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൺഫേം ചെയ്യും. അപ്പൊ ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ മറ്റൊരു കസ്റ്റമർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം വേഗം വേഗം ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് പീസുകളൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാനും സാധ്യതയുണ്ട്. അപ്പൊ കുറച്ച് കഴിയട്ടെ നോക്കട്ടെ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ അത് വേഗം വേഗം ഔട്ടായി പോയാൽ എന്നെ നിങ്ങൾ ആരും കുറ്റം പറയരുത്. അത്യാവശ്യം കുറച്ചൊക്കെ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മളിപ്പോ ഇത് ചെയ്യണേ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് വൈകണം തന്നെ. ഇപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്ത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് ചെയ്യുന്നവർക്കും ഇപ്പൊ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിപ്പോ അത് ഇത്രയും വീഡിയോ ഒക്കെ വൈകി പോകുന്നത്. പിന്നെ നമ്മുടെ ഹോൾസെയിലിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അത് നമുക്കിപ്പോ സജീവമായിട്ട് അതിൽ ഫോട്ടോസ് ഇടാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ഇതന്നെ സംഭവം, നമുക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രൊഡക്ഷൻ തന്നെ ഒന്നും ആയി കിട്ടിയിട്ട് വേണ്ട. കാരണം കുറച്ച് പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്ത് ഇട്ടിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പീസ് ആയി, നമ്മൾ വേഗം വീഡിയോ ചെയ്യണു. അപ്പൊ പിന്നെ ഫോട്ടോസിൽ ഇടാനുള്ള ഒരു ടൈമും സാഹചര്യം കിട്ടണില്ല. അതുകൊണ്ട് വിഷമിക്കേണ്ട. നമ്മൾ ഈ ഓണത്തിന്റെ ഒരു തിക്കും തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മള് വാട്സപ്പിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് പേരൊക്കെ അതിൽ ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതാണ്. ഇത് മാത്രമല്ല നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ തന്നെ വേറെയും ഫ്രോക്ക് നൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഇടും. അപ്പൊ അതൊന്നും സ്കിപ്പ് ചെയ്ത് പോകേണ്ടത് കാര്യമില്ല. അപ്പോൾ ഫോട്ടോ മാക്സിമം വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വേഗമായിട്ട് നമ്മൾ വരാം കേട്ടോ.